ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആമ്പൽ ചെടി എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ക്യാപ്നസസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എല്ലാ ദിവസവും തന്നെ നമുക്ക് പൂ തരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ആഗ്രഹം കാണും ആമ്പൽ വീട്ടിൽ വളർത്താനായിട്ട്. അപ്പം ഒത്തിരി പേരും വിചാരിക്കുന്നത് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ്. പക്ഷേ മറ്റ് ചെടികളൊക്കെ വളർത്തുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ആമ്പലെന്ന് പറയുന്നത്. നല്ല വലിയൊരു ടബ് അല്ലെങ്കിൽ ചെറിയ പോട്ടാണെങ്കിൽ അതിനകത്ത് കുഞ്ഞു പൂക്കളായിരിക്കും, എന്നാലും നമുക്ക് പൂ തരും. വലിയൊരു ടബാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഏത് പോട്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് വളർത്താം. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ബ്ലൂ ക്യാപ്നസസ് എന്ന് പറയുന്നത് ഇടയ്ക്ക് അതിനകത്ത് പിങ്കി പൂക്കളും തരാറുണ്ട്. എപ്പോഴും ഇങ്ങനെ മൊട്ട് പിടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്നും നമുക്ക് പൂ കാണാനായിട്ട് പറ്റും. നമ്മുടെ മുറ്റത്ത് ഒരു ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന കാണുന്ന ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോഴും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആമ്പൽ റീപോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ ആമ്പൽ ഇപ്പം ഇതിൻ്റെ ഇലയെല്ലാം പോയി. ഇനി ഇത് റീപോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് നശിച്ചു പോകും. അതുകൊണ്ട് നമ്മളിതൊന്ന് റീപോർട്ട് ചെയ്യുവാണ്. ഇപ്പം ഇങ്ങനെ ഒരു പോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ടബ് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്തോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് എടുത്തിട്ട് ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ എടുത്താൽ ചിലപ്പം ഇത് മുറിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇത് ഇച്ചിരി താഴ്ത്തി നമ്മൾ ഇങ്ങനെ വെച്ച് താഴോട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എടുക്കുകയാണിത്. എടുത്ത് ഒരു പോട്ടിനകത്തോട്ട് വെച്ചിട്ട് പയ്യെ നമുക്ക് ഇത് പുതിയ പോട്ടിനകത്തോട്ടാക്കാം. അടുത്ത ഇതിനകത്ത് ഒരു ഇതുകൂടെ ഉണ്ട്, അത് കൊള്ളുമെന്നറിയില്ല. നല്ലതാണെങ്കിൽ നമുക്ക് വേണ്ട, എന്തായാലും ഇതും കൂടി ഇങ്ങനെ എടുക്കുക. നമ്മൾ ഈ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുവാണ്. ചെറിയ വേരേ ഉള്ളൂ. ജസ്റ്റ് നമ്മളിതൊന്ന് കഴുകി കണ്ടളിഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുവാണ്. വേരിനൊന്നും ഏതായാലും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇത് പിടിച്ച് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മളിത് വേരൊക്കെ നല്ലതായിട്ട് തന്നെ ഇരിക്കുവാണ്. നമുക്കിത് പ്ലാന്റ് ചെയ്യാം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് പ്ലാന്റ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. ജസ്റ്റ് ഇതിൻ്റെ തണ്ട് അഴുകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മളിത് ഇതിൻ്റെ ഈ തണ്ട് അഴുകിയേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് ചേർത്ത് ഇതിനകത്തോട്ട് നടാം. അപ്പം നമുക്ക് കുറച്ച് മണ്ണ് വേണം, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി. അപ്പം ഇതിൻ്റെ 1/4 ഭാഗം നമ്മൾ മണ്ണിടുക. ഇത് 1/4 ഭാഗം മാത്രം മണ്ണിട്ടാൽ മതിയേ. 1/4 ഭാഗം മണ്ണിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടി. വലിയ ടബൊക്കെ എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടൊക്കെ നമുക്ക് ചാണകപ്പൊടി ഇടാം. അപ്പം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, രണ്ട് ഈ പോട്ടിൻ്റെ കുറച്ച് ഭാഗം ഇടുന്നുള്ളൂ. അതുപോലെ എല്ലുപൊടി കുറച്ച്. അപ്പം നമ്മൾ ആദ്യം ഈ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് പിടിച്ചോളും. ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ കുറച്ച് മണ്ണ് കൊണ്ടിടുക. ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടതിൻ്റെ മേളിലായിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഇങ്ങനെ ഇടുക. നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. അന്നേരം ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന നമ്മുടെ ഈ ആമ്പലടി
എടുത്തിട്ട് ഇവിടോട്ട് ഇതുണ്ടോ കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിങ്ങനെ നട്ട് കൊടുക്കുക. നല്ലതായിട്ട് കുഴിയെടുത്തിട്ട് നട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് അഴുകിയത്, പക്ഷേ അതിൻ്റെ വേരൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് നട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മണലുണ്ടെങ്കിൽ ഈ വെള്ളം തെളിയാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് മണലുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല. മണലുള്ളവർക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം കലങ്ങത്തില്ല. അപ്പം നല്ല കുത്തി ഒഴിച്ചാൽ മൊത്തം കൂടെ കലങ്ങി വരും. അപ്പം ഇങ്ങനെ പയ്യെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇത് നിറയുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ആമ്പൽ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ നല്ലതായിട്ട് തെളിയും. അപ്പം ഒരു 2-3 ദിവസം തണലത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് പിടിച്ച് കെട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല വെയിലുള്ളിടത്തോട്ട് വെക്കണം. അപ്പോൾ വെയിൽ കൊള്ളുമ്പോഴോ ഇങ്ങനെ ഒച്ചിൻ്റെ ശല്യമോ ഒന്നും വരത്തില്ല. അപ്പോൾ നല്ല വെയിൽ കിട്ടിയാലേ ഇത് പൂക്കത്തുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഈ പോട്ടിങ് കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ കെയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ആമ്പൽ നമ്മുടെ മുറ്റത്ത് വളർത്തിയെടുക്കാം. നമ്മുടെ റീപോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു വിത്ത് കിട്ടി. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ടബ് നേരെ കാലിയായിട്ടിരിക്കുമായിരുന്നുകൊണ്ട് അതിനകത്തോട്ട് ഇട്ടു. ഇപ്പോൾ ഇത് നിറച്ച് തൈ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് തൈ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.